അസ്സലാമലൈക്കും. ജാസിയാണ്. ഈ വീഡിയോ എന്നെ നിരന്തരമായിട്ട് ട്രോളുന്ന ഫഹദിനുള്ള വീഡിയോ ആണ്. ഫഹദെ, ഞാൻ നിന്നെ ബ്ലോക്കാണ്, പക്ഷെ ആരെങ്കിലും അറിഞ്ഞ് ഷെയർ ചെയ്ത് ഈ വീഡിയോ കാണുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടു, സലീമേട്ടൻ്റെ മരണത്തിന് ഞാൻ പോയ സമയത്തുള്ള വീഡിയോ. വളരെ മോശമായിട്ടാണ് അതിൽ നീ എന്നെ പറയുന്നത്. അതിന്റെ കമന്റ് ബോക്സിൽ കണ്ടു. നിങ്ങൾക്കൊന്നും മനസാക്ഷി ഒന്നും സംഭവം ഇല്ലേ? നീ അതിൽ പറയുന്നുണ്ട് ജാസി സ്വന്തം ഉപ്പാന്റെ കബറിടം പോലും പോയി സന്ദർശിക്കാത്തത്. എന്റെ സർജറി കഴിഞ്ഞ ശേഷമാണ് എന്റെ ഉപ്പാന്റെ കബറിടം പോയി സന്ദർശിക്കാത്തത്. അതുവരെ ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വരെ പള്ളി പോകുകയും എന്റെ ഉപ്പാന്റെ കബറിടം പോയി സന്ദർശിച്ച വ്യക്തിയാണ്. ആ സമയത്ത് നീ ഒരു വീഡിയോ ഞാൻ പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് നീ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. ജാസി എങ്ങനെ പള്ളിയിൽ കയറ്റും? അവിടെ പള്ളി കമ്മിറ്റിക്കാരില്ല ഇവനെ തല അടിച്ച് പൊട്ടിക്കാനും കൊങ്ങന്ന് പിടിക്കാനും ആ സമയത്ത് ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പോയി ഞാൻ ഉപ്പാന്റെ കബറും എന്റെ വെള്ളിയാഴ്ച പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ സർജറി കഴിഞ്ഞ ശേഷമാണ് പള്ളിയിൽ പോകുന്നത്. അത് പരമായ സത്യമാണ്. ഇനിയിപ്പോ ഞാൻ സർജറി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയാൽ നീ പറയും ജാസിനെ അങ്ങനെ പള്ളിയിൽ കയറ്റി, ജാസി സർജറി ചെയ്ത വ്യക്തിയല്ലേ, ഒരു മതത്തെ ചോദ്യം ചെയ്യാൻ ആളുള്ളത്. ഒരുപാട് ട്രോൾമാരെ ട്രോളിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിൽ വെച്ച് ഒരു തരത്തിലും മനസാക്ഷി ഒരുപാട് പേര് എന്നെ ട്രോളിട്ട് അവസാനം ജാസി പുറത്തു തരണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് രണ്ടായിട്ട് തുടരുന്നുണ്ട്. ഒരു സമയത്ത് ഞാൻ ഫഹദിന്റെ ഉപ്പാനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഫഹദിന്റെ ഉപ്പ പറഞ്ഞ വളരെ പരമാവധി സത്യം ഒരു സത്യം ഉമ്മായെ പോലും നോക്കാൻ ഒരു രൂപ പോലും അയച്ചു കൊടുക്കാറില്ല. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ അത് മാറ്റി പറയും. മരിക്കുന്നത് വരെ ഞാൻ ഉപ്പാന്റെ രീതിയിൽ ഒരു തരത്തിലും വിഷമിച്ചില്ല. എന്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞ് കമ്മോട്ട് ചെയ്ത് വരുന്നത്. അതുവരെ ഞാൻ എന്റെ സ്വന്തം തിരിച്ചറിഞ്ഞ് മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തിരക്കുകളും ഇല്ലെങ്കിൽ നാട്ടിൽ പോയി ഉമ്മാനെ കണ്ട് ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു വരുന്ന വ്യക്തിയാണ് ഞാൻ. വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ എത്താത്തന്നെ മക്കളെ വിളിച്ച് ഉപ്പാനെടുത്ത് പോയിരുന്നോ, ഖബർ പോയി സന്ദർശിച്ചിരുന്നോ, പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതൊന്നും എനിക്ക് അത് അടിക്കുറിപ്പ് അറിയില്ലല്ലോ. സ്വന്തം ഉപ്പാന്റെ ഖബർ പോലും സിയാറത്ത് ചെയ്യാത്ത ആള് സലീമേട്ടന്റെ മരണത്തിന് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട് ഫായദേ. നിർത്താറായില്ല എനിക്ക്. എന്താണ് ഒരു മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇങ്ങോട്ടുള്ളത്? ഇത് ഞാനൊരു കാര്യം വിട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നൊരു സംഭവം നിനക്ക് തിരിച്ചടിക്കും ഫഹദേ. അത് തിരിച്ചടിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പടച്ചോന് ശക്തിയില്ലാന്ന് ഞാൻ വിശ്വസിക്കും. ഇത് ഒരു അവസാനമല്ല. നാളെ നീയും മരിക്കും, ഞാനും മരിച്ചു. പക്ഷെ എന്റെ പൊരുത്തം ഒരിക്കലും ഫഹദ് നിനക്ക് ഉണ്ടാവില്ല. കാരണം അത്രക്ക് നീ എന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറ്റേ, ഞാൻ ഇന്ന് ഈ നിലയിൽ എത്താൻ തന്നെ കാരണം ഈ ഫഹദാണ്. ഈ ഫഹദ് പറഞ്ഞു ജാസി വെറും പെണ്ണിന് വേണ്ടി നടക്കുള്ളൂ, ഒരിക്കലും ജാസി സർജറി ചെയ്ത് പെണ്ണാവില്ല. ജാസി എന്തെങ്കിലും ഒരു സർജറി ചെയ്തെങ്കിൽ ജാസിനെ ആ നിമിഷം ഞാൻ ജാസിനെ ട്രോള് നിർത്താം. ഞാൻ സർജറി ചെയ്തു പോയതേ, എന്നിട്ട് നീ ട്രോള് നിർത്തിയോ? നിരന്തരമായിട്ട് ഇപ്പോഴും നീ എന്റെ കഴുത കണ്ടതുകൊണ്ട് എന്നെ കൊത്തി വലിക്കുന്നില്ലേ? എന്താണ് ഇതിന്റെ അവസാനം? നിനക്കെതിരെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ചാണ്. പക്ഷെ ആ ഒരു അടിക്കുറിപ്പ് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ കുണ്ടജ്ജി പറഞ്ഞു പോടി. എന്തെങ്കിലും ഉണ്ടാക്കുക, ഒരു ചുരിദാർ ഇട്ടിട്ട് വന്നിട്ട് എടോ ഞാൻ മുറിച്ചടോ, എൻ്റെ അണ്ടി ഞാൻ മുറിച്ചടോ, ഞാൻ സർജറി ചെയ്തടോ. എന്ത് സർജറി എടോ താൻ ചെയ്ത്? അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് നീ എന്താടോ ചെയ്ത്? നീ നിൻ്റെ ആ സർജറിയും ചെയ്ത് ആ സാധനം ചുരുട്ടി കെട്ടിയിട്ട് പിന്നെയും വന്നിട്ട് എല്ലാവർക്കും സ്നേഹസല അതോ 2 ദിവസം കൊണ്ട് മുട്ടാണി മുളച്ചു വന്നോ ആ മുറിച്ചു കളഞ്ഞത്? എന്ത് കൊണ്ട് അങ്ങനെ നോണ പറയാൻ വേണ്ടി പച്ച നോണ പറയണ? ഇങ്ങനെ ഉണ്ടോ ഒരു സാധനം? ചേ എന്ത് ജന്മാണ്ടായി? ഒരു ഉസുറും പൊടി ഇല്ലാത്തൊരു ജന്മം. അറപ്പാവിടും.